കിച്ചൻ എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇത് നമ്മളുള്ളത് പുതിയ കിച്ചണിലാണ്. നമ്മുടെ ഷമീസ് കിച്ചൻ്റെ പുതിയ കിച്ചണിലാണ് കേട്ടോ നമ്മളുള്ളത്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ റെസിപ്പിയുടെ ഫ്രണ്ടിൽ ചെറിയൊരു ഇൻട്രോ വേണമെന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു റിക്വസ്റ്റ് തന്നെയാണ്. മെയിനായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ സാഹചര്യം തന്നെയാണ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്, ഞാൻ റെന്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും റെന്റ് ഹൗസിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ റെന്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ സൗകര്യങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങനെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. അങ്ങനെയൊക്കെ അതിൻ്റെ പേരിലാണ് അത് ഇത്രയും വൈകി വന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ വേറൊരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷം ആകാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ, നമ്മുടെ കിച്ചൺ സ്റ്റുഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ റെസിപ്പിയുടെ ഫ്രണ്ടിൽ ചെറിയൊരു ഇൻട്രോ ഉണ്ടാകും. അപ്പോൾ ഇൻട്രോ മാത്രമല്ല, നമുക്കിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ കിച്ചണിലുള്ളവരൊക്കെ പലരും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. മുമ്പ് റെസിപ്പിയിൽ പുറകിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വന്നിരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അലമാരിക്കുള്ളിൽ ഇരുന്നിട്ടുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് ചെറിയ ഫ്രീഡം ഒക്കെ കിട്ടി അവരിങ്ങനെ സ്വതന്ത്രമായിട്ട് ഒന്ന് ഷെൽഫിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ കിച്ചണിൽ നിന്നുകൊണ്ട് നല്ല മധുരമായിട്ടുള്ള റെസിപ്പിയിൽ എടുത്തു തുടങ്ങിയാലോ. നല്ലൊരു ക്യാരമലൈസ്ഡ് സേമിയ പായസം കേട്ടോ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരുപാട് സേമിയ പായസം റെസിപ്പി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ക്യാരമലൈസ്ഡ് സേമിയ പായസം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് സമയമൊന്നും താമസിയാതെ വേഗം തന്നെ നമ്മുടെ സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെർമിസെല്ലിയാണ്. അപ്പോൾ നമ്മുടെ ഈ സേമിയ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ആ സേമിയ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതായത് നമ്മുടെ ഈ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പായസം തയ്യാറാക്കാനായിട്ട് സേമിയ വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കാനേ പാടില്ല, എങ്കിൽ പിന്നെ ആ സേമിയയുടെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ സേമിയ എല്ലാം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് സമയത്ത് വറുത്തെടുക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല, വളരെ കുറച്ച് മതിയാവും. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറ്റിയെടുക്കണം. അതായത് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയമാകും അതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടാനായിട്ട്. ഇതിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ പഞ്ചസാര നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇത് ക്യാരമലൈസ് ആയി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ക്യാരമലൈസ് ആയി വരികയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്യാരമലൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് കളറായി പോകരുത്. അതായത് ഡാർക്ക് കളറിലേക്ക് മാറരുത്, എങ്കിൽ പിന്നെ ആ ചിലപ്പോൾ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഇത് ലൈറ്റായിട്ടുള്ളൊരു കളറായിട്ടുണ്ട്. ഇത് തന്നെ മതിയാവും. ഇനി കൂടുതൽ സമയം ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയം നമ്മളിതിലേക്ക് പാല് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. പാല് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് വേണം നമ്മൾ ഈ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ക്യാരമലൈസ് എല്ലാം ഒന്ന് അലിഞ്ഞ് തുടങ്ങിക്കോളും. ഇതുപോലെ നമ്മുടെ ഈ ക്യാരമലൈസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 600 ml അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരുപാട് കുറുകിയ പാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല.
ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പാലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ സേമിയ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്ത് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കോളും. ഫ്ലെയിം ഈ സമയത്തെല്ലാം നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഈ പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ സേമിയ എല്ലാം ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് തിളച്ചപ്പോഴത്തേക്കും നമ്മുടെ ഈ സേമിയ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ട് അതുപോലെ തന്നെ പാലെല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ലൂസായിട്ടുണ്ടായിരുന്ന എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കാം. ഇത്രയും സമയം വരെ മീഡിയത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും. പായസത്തിന് എപ്പോഴും ആ ഏലക്കയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നട്ട്സ് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇന്ന നട്ട്സ് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ബദാമാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ തിളപ്പിക്കുക ഒന്നും വേണ്ട. നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ പായസവും സെർവ് ചെയ്യാവുന്നതാണ്. പായസം നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഓരോ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുമ്പോഴും വ്യത്യസ്തമായ രുചികളും നമുക്ക് കിട്ടും. ഉറപ്പായിട്ടും സേമിയ പായസം ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇന്നത്തെ നമ്മുടെ ഈ സേമിയ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഈ കാരമലൈസ്ഡ് സേമിയ പായസം തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാരമലൈസ് ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പാല് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. പാല് ചേർക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം ചേർത്ത് ഒന്ന് അരിപ്പിച്ചതിന് ശേഷം പിന്നീട് പാല് ചേർക്കാവുന്നതാണ്. അത് മാത്രമേ ഈ സേമിയ പായസം നമ്മൾ തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.